എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആകാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ബീഫ് കൂട്ടാൻ കൊതിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ഇട്ടത്. കപ്പങ്ങയും ചക്കക്കുരുവും കൊണ്ടൊരു മസാലക്കറി നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ബീഫ് മേടിച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ ബീഫുണ്ട്. കഴുകി വൃത്തിയാക്കിയൊക്കെ കുക്കറിലെടുത്ത് വെച്ചിരിക്കുന്നു. കുറച്ച് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് സവോള അരിഞ്ഞത്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളുമായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളിതിനെ ഒരു 5-6 വിസിൽ കേൾപ്പിച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബീഫ് കറിക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 2-3 ചെറിയ സവോള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി വളരെ കുറവായിരുന്നു, അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. നമ്മൾ സവോള ആയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലക്കൂട്ടെല്ലാം കൂടെ ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിന്ന് ഈ അടിപൊളി ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ നമ്മൾ 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങി. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്ന് മൂത്തോട്ടെ. ഇഞ്ചി വെളുത്തുള്ളി മൂത്തപ്പം ഞാൻ സവോള, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഇത്രയും സാധനം ഇട്ട് ഒരു ലേശം ഉപ്പ്, സവോളയൊന്ന് പെട്ടെന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടി ലേശം ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് നല്ലവണ്ണം അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഒരല്പം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരക്കാം. സവോളയിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മുറിഞ്ഞ് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഗരം മസാല പൊടിച്ച് വെച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് വഴറ്റി ഗ്രേവി ആക്കിയിട്ട് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ബീഫും കൂടെ ചേർത്ത് സെറ്റാക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം, തീ കുറച്ചിട്ടിട്ട്. ഞാനൊന്ന് അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് അടഞ്ഞിരുന്ന് വേകട്ടെ. അടപ്പൊക്കെ ഞാൻ തുറന്നിട്ടുണ്ട്. സവോള ഏകദേശമൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് മൂത്തോട്ടെ. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മുടെ കുക്കറൊക്കെ തുറന്നിട്ടുണ്ട്. ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കുമ്പോൾ കാണാം. നമുക്കിനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണാണ്. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി നമ്മൾ ബീഫ് വേവിക്കാനും ഇട്ടിട്ടുണ്ട്. എടുത്തു വെച്ച ഗരം മസാല ഒരു 3/4 ഭാഗം ഇട്ട് കൊടുക്കുക. ഇച്ചിരി വെച്ചേക്കാം, ലാസ്റ്റ് ചേർക്കാം നോക്കിയിട്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഗ്രേവി മസാലയൊക്കെ ഏകദേശം മൂന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറുകി വരാനായിട്ട് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് കുറുക്കാം. കാര്യം പൊടികളൊക്കെ സവോളയിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുമല്ലേ, അപ്പോൾ അതൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിക്കാൻ വേണ്ടിയാണ്. നമുക്ക് തീ കൂട്ടി കൊടുക്കാം. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിനി ബീഫ് ഈ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്.
ബീഫിൻ്റെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള വെള്ളം ഏകദേശം ഉണ്ട്. ഞാൻ ബീഫ് വേവിച്ചപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, സവോളയൊക്കെ ഇട്ടാണ് നമ്മൾ വേവിച്ചത്. ഇനി മസാലപ്പൊടി നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് തിളക്കട്ടെ. നമ്മുടെ ബീഫ് കറി ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. കുറുകി എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അല്ല, തേങ്ങാക്കൊത്തിട്ട ബീഫ് കറി. ഇവിടെ ഇച്ചിരി ഗ്രേവി ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഗ്രേവിയോട് കൂടിയാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് കുറുകണം. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലെടുത്തിട്ട് കാണാം. അപ്പം നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള ബീഫ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇന്ന് ഇതാണ് സ്പെഷ്യൽ. വേറെ കറികളും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ബീഫ് കറിയും ഉണ്ട്. അപ്പം അടുത്തൊരു കുഞ്ഞു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിൻ്റെ വക നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.